പെറുവിലെ ലിമ നഗരത്തിലെ കല്ലാവോ പ്രദേശത്തെ റിയൽ ഫെലിപ്പെ ഫോർട്രസ് എന്ന കോട്ടയ്ക്കുള്ളിലൂടെ സഞ്ചരിക്കുകയാണ് ഞാൻ. കോട്ടയുടെ ഭാഗമായ കിങ്സ് ടവറിലെ തുരങ്കസമാനമായ ഇടനാഴികളിലൂടെയാണ് നടത്തം. ഒരു കാലത്ത് തടവറകളായി ഉപയോഗിച്ചിരുന്ന തുരങ്കങ്ങളാണിത്. കല്ലാവോ തുറമുഖത്തെ സംരക്ഷിക്കാനാണ് ഈ കോട്ട പണിതതെങ്കിലും ഭീകരതയുടെയും ക്രൂരതയുടെയും വേദിയായി കിങ്സ് ടവർ മാറിയ ഒരു കാലമുണ്ടായിരുന്നു. വേറെയും ടൂറിസ്റ്റുകൾ തുരങ്ക വഴികളിലൂടെ നടക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ 2ാം ദശകത്തിൽ പെറു സ്വതന്ത്രമായ ശേഷമാണ് ഇതൊരു ജയിലായി മാറിയത്. ഈ ഇടവഴികൾ തന്നെയായിരുന്നു ജയിലിലെ സെല്ലുകൾ. ഓരോ തുരങ്കത്തിലും 70-80 ആളുകളെ ഒരുമിച്ച് അടച്ചിടുന്നതായിരുന്നു പതിവ്. പല ദിശകളിലേക്ക് തിരിഞ്ഞു പോകുന്ന തുരങ്ക വഴികൾ. പടവുകൾ കയറി മുകൾ നിലയിലേക്ക് നടന്നു. പല നിലകളായാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. ചിതൽപുറ്റുപോലെ പല വഴിക്ക് നീണ്ടുപോകുന്ന തുരങ്കങ്ങൾ ഇപ്പോൾ ടവറിന്റെ ടെറസിലേക്ക് എത്തിയിരിക്കുന്നു. പല ദിക്കുകളിലേക്ക് തിരിച്ചുവച്ചിരിക്കുന്ന പീരങ്കികൾ. അങ്ങേയറ്റത്ത് കാണുന്ന വൃത്താകാര ഗോപുരം ക്വീൻസ് ടവറാണ്. അതിന്റെ സമീപത്തുകൂടിയാണ് ഞാൻ ഇവിടേക്ക് നടന്നു വന്നത്. ഈ ഭാഗം ഇപ്പോൾ കോട്ടയ്ക്കകത്തുള്ള സൈനികരുടെ ബാരക്കുകളാണ്. വലതുവശത്ത് ഒരു ഉദ്യാനം, പാർക്ക് ഡി ലാ പൊലീസിയ എന്നാണ് അതറിയപ്പെടുന്നത്. ഇത് തുറമുഖത്തോടനുബന്ധിച്ചുള്ള ഭാഗങ്ങളാണ്. തീരത്ത് ഉല്ലാസ നൗകകൾ, അതിനപ്പുറം ഫിഷിംഗ് ബോട്ടുകൾ, അതിനുമപ്പുറം വലിയ ട്രോളറുകൾ. ഒരു ഭാഗത്ത് പെറൂവിയൻ നേവിയുടേതുൾപ്പെടെയുള്ള കപ്പലുകൾ. ചരക്ക് കപ്പലുകളും ടാങ്കറുകളും തുറമുഖത്തേക്ക് അടുക്കാനുള്ള ഊഴം കാത്തുന്നോണം കിടക്കുന്നു. തീരത്തോട് ചേർന്നു തന്നെയാണ് പാർക്ക് ഡി ലാ പൊലീസിയ അഥവാ പോലീസ് പാർക്ക്. മനോഹരമായി ഒരുക്കി വെച്ചിട്ടുണ്ട് പാർക്ക് ഏരിയയെ. അങ്ങേയറ്റത്ത് വലിയ കപ്പലുകൾ അടുക്കുന്ന തുറമുഖ ഭാഗം. പസഫിക് സമുദ്രത്തിന്റെ തീരമാണിത്. ഈ തീരം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് 18-ാം നൂറ്റാണ്ടിൽ സ്പെയിൻകാർ ഇവിടെ വിപുലമായ ഒരു കോട്ട പടുത്തുയർത്തിയത്. പെറുവിന്റെ സ്വാതന്ത്ര്യ പോരാട്ടകാലത്ത് ജോസ് സാൻ മാർട്ടിന്റെ നേതൃത്വത്തിലുള്ള വിമോചന പോരാളികളിൽ നിന്നും വലിയ ആക്രമണമാണ് ഈ കോട്ട നേരിട്ടത്. പെറു സ്വതന്ത്രമായതായി സാൻ മാർട്ടിൻ പ്രഖ്യാപിച്ചിട്ടും ജോസ് ഡി ലാമാർ എന്ന സൈന്യാധിപന് കീഴിൽ ഇവിടെയുണ്ടായിരുന്ന സ്പാനിഷ് പട കീഴടങ്ങാൻ തയ്യാറായില്ല. ഒടുവിൽ ദിവസങ്ങളോളം വിമോചന പോരാളികൾ കോട്ടയെ ഉപരോധിച്ചു. കോട്ടയിലുണ്ടായിരുന്ന ഭക്ഷണം തീരുകയും സ്പാനിഷ് പടയാളികൾക്ക് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയും ചെയ്തതോടെ ജനറൽ ജോസ് ഡി ലാമാർ നിരുപാധികം കീഴടങ്ങി. അന്നുതന്നെ തന്റെ സൈനികരോടൊത്ത് കോട്ടയിൽ പ്രവേശിച്ച സാൻ മാർട്ടിൻ കോട്ടയുടെ പേര് കാസിൽ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് മാറ്റുകയും ചെയ്തു. ഇക്കാണുന്നതാണ് കോട്ടയുടെ മുൻഭാഗം. പ്ലാസ ഇൻഡിപെൻഡൻഷ്യ എന്നാണ് ഈ ഉദ്യാനഭാഗത്തിന്റെ പേര്. വലിയൊരു ഫൗണ്ടനും ഏതാനും സ്മാരകങ്ങളുമെല്ലാമുണ്ട് പ്ലാസയിൽ. അവിടെ വെച്ചാണ് പെറുവിന്റെ സ്വാതന്ത്ര്യ സമരനായകൻ ജോസ് സാൻ മാർട്ടിൻ റിയൽ ഫെലിപ്പെ ഫോർട്രസിനെ കാസിൽ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പുനർനാമകരണം ചെയ്തത്. കല്ലാവോ ഏരിയയിലെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണിത്. വളരെ സുന്ദരമായി ഇവിടമെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നു. കൊളോണിയൽ കാലത്ത് സ്ഥാപിതമായതാണ് ഈ കാസ്റ്റ് അയൺ ഫൗണ്ടൻ. കിങ്സ് ടവറിന് മുകളിൽ നിൽക്കുമ്പോൾ കല്ലാവോ ഏരിയയുടെ അതിവിശാലമായൊരു കാഴ്ചയാണ് ലഭിക്കുന്നത്. ഇനി കിങ്സ് ടവറിന്റെ ടെറസിൽ നിന്നും താഴേക്കിറങ്ങുകയാണ്. ഗൈഡ് മുൻപേ നടക്കുന്നതുകൊണ്ട് മാത്രമാണ് വഴിതെറ്റാതെ പുറത്തു കടക്കാനാവുന്നത്. ചെറിയ പൊത്തുകളാണ് ടവറിനകത്തേക്ക് ശുദ്ധവായു എത്തിക്കുന്നത്. വന്ന വഴിയെയല്ല, മറ്റൊരു വഴിയിലൂടെയാണ് ഗൈഡ് ഞങ്ങളെ നടത്തുന്നത്. പലയിടത്തും പഴയകാല സ്പാനിഷ് പട്ടാള യൂണിഫോം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ചിലയിടത്ത് ജയിലറകൾ, പീഡനമുറികൾ തന്നെയായിരുന്നിരിക്കാം അത്. പല ഇടനാഴികളും മുറികളും പിന്നിട്ട് പുറത്തേക്ക് നടന്നു. ചെറിയ കിടങ്ങിനു കുറുകെയുള്ള പാലം കടന്നു വേണം ടവറിൽ നിന്ന് പുറത്തിറങ്ങാൻ. പടവുകൾ ഇറങ്ങിച്ചെല്ലുന്നത് കോട്ടയുടെ മുറ്റത്തേക്കാണ്. കൊളോണിയൽ കാലഘട്ടത്തിലെ പീരങ്കികളും ഉണ്ടകളും അങ്ങിങ്ങായി പ്രദർശിപ്പിച്ചിരിക്കുന്നു.
ഞാൻ റിയൽ ഫെലിപ്പെ ഫോർട്രസിൽ നിന്നും മടങ്ങുകയാണ്. ഏതോ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥിനികൾ ഒരു സംഘമായി എത്തിയിരിക്കുന്നു. അവർക്ക് ചരിത്രം വിവരിച്ചു നൽകുന്നു ഒരു ഗൈഡ്. രാവിലെ ആയതിനാലാവാം കോട്ടയിൽ അധികം ആളുകളെ കാണാത്തത്. അല്പനേരം കൂടി കഴിയണം ഇവിടെ ആളുകൾ വന്നു നിറയാൻ. കുറച്ച് പട്ടാളക്കാർ അലസരായി ഇവിടെ ഇരിപ്പുണ്ട്. ശിക്ഷാ ഓട്ടം കഴിഞ്ഞ് വിശ്രമിക്കുകയാണവർ. കൂറ്റൻ കോട്ടവാതിലിലൂടെ പുറത്തിറങ്ങി. ഓസ്വാൾഡോയുടെ കാറിൽ കയറി യാത്ര തുടരുകയാണ്. കോട്ടയുടെ പുറം കാഴ്ച ഇതാണ്. കോട്ടയിൽ ഇപ്പോഴും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിന്റെ പരിസരങ്ങൾ പുൽത്തകിടി പിടിപ്പിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. കല്ലാവോ മുനിസിപ്പാലിറ്റിയുടെ ഒരു കാര്യാലയമാണ് ഇക്കാണുന്നത്. കല്ലാവോ ടൗണിന്റെ പ്രധാന ഭാഗങ്ങളിലൂടെയാണ് യാത്ര. കുറച്ചു ദൂരം ചെല്ലുമ്പോൾ കല്ലാവോ ആളൊഴിഞ്ഞ ഒരു നഗരമാണെന്ന് തോന്നും വിധമാണ് കാഴ്ചകൾ. എന്നോ പ്രതാപം അസ്തമിച്ചു പോയ ഒരു നഗരം പോലെയുണ്ട്. നിറം മങ്ങിയ കെട്ടിടങ്ങൾ. ഒരു തുറമുഖ നഗരത്തിൻ്റെതായ തിരക്കോ പളപളപ്പോ ഒന്നുമില്ല. 1537 സ്ഥാപിതമായ പട്ടണമാണ് കല്ലാവോ. 10 ലക്ഷം ആളുകൾ വസിക്കുന്ന വലിയൊരു പട്ടണം തന്നെയാണിത്. ലിമാ നഗരം സ്ഥാപിതമായി 2 വർഷത്തിനകം കല്ലാവോയിലെ തുറമുഖം സ്പെയിൻകാർ വികസിപ്പിച്ചെടുത്തിരുന്നു. തുറമുഖത്ത് ധാരാളം കപ്പലുകൾ വന്നെടുക്കാൻ തുടങ്ങിയതോടെ കല്ലാവോ വലിയൊരു പട്ടണമായി വളർന്നു. വിജനമായ വഴികളിലൂടെ ഓടി ഒരു ജംഗ്ഷനിലെത്തുമ്പോൾ വലിയ ജനക്കൂട്ടം റോഡ് മുറിച്ചു കടക്കുന്നത് കാണാം. പെട്ടെന്ന് ഇവരെല്ലാം എവിടെ നിന്നാണ് പ്രത്യക്ഷരായതെന്ന് തോന്നിപ്പോകും. വീണ്ടും വിജനതയായി കാഴ്ച. പാതയുടെ ഇരുവശത്തും ഉയർന്നു നിൽക്കുന്ന വൈദ്യുതി തൂണുകൾ. നിറം മങ്ങിയ കെട്ടിടങ്ങളിൽ സ്പാനിഷ് ചുമരെഴുത്തുകൾ. ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും ഒരു പ്രേതനഗരമാണിതെന്ന് തോന്നും. 1940കളിലും 50കളിലും പെറുവിലെ അധോലോകങ്ങളുടെയും മയക്കുമരുന്ന് മാഫിയയുടെയും പ്രധാന കേന്ദ്രമായിരുന്നു കല്ലാവോ. 1949-ൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ കൊക്കൈൻ വിപണിയായി കല്ലാവോ മാറി. പെറുവിന്റെ ഭരണത്തിൽ പോലും മയക്കുമരുന്ന് മാഫിയ സ്വാധീനം ചെലുത്തിയ കാലമായിരുന്നു അത്. ഇപ്പോൾ കാർ പ്ലാസ ഗ്വാർഡിയ ചലാക്ക എന്ന പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. പ്ലാസയെ ഒന്ന് ചുറ്റി ഗ്വാർഡിയ ചലാക്ക അവന്യൂവിലൂടെയാണ് കടന്നുപോകുന്നത്. യാത്ര തുടരുമ്പോൾ ഇടിഞ്ഞുപൊളിഞ്ഞ കുറെ കെട്ടിടങ്ങളുള്ള ഒരു ഭാഗത്തേക്ക് എത്തുന്നു. സമുദ്രതീര പാതയാണ്. അതിന്റെ ഓരത്തെ കാഴ്ചകളാവട്ടെ ഒട്ടും ചേലില്ലാത്തതും. അവന്യൂ കോസ്റ്റനേറ എന്ന പാതയാണിത്. ഇവിടെ നിന്നും ഇനി മിറാഫ്ലോറസ് എന്ന സുന്ദര പ്രദേശത്തേക്കാണ് യാത്ര. കടൽക്ഷോഭത്തിൽ തകർന്നു പോയതുപോലെ കുറെ കെട്ടിടങ്ങൾ എന്നോ തകർന്നടിഞ്ഞു തുടങ്ങിയവയാണ്. ചിലത് കത്തി അമർന്നവയാണെന്നും തോന്നുന്നു. യുനിഡാഡ് എന്ന പ്രദേശമാണിത്. ദൈർഘ്യമേറിയ ഒരു തീരപാതയാണ് അവന്യൂ കോസ്റ്റനേറ. തീരത്തോട് ചേർന്ന ഭാഗത്ത് നീളൻ മതിൽ കെട്ടിയിരിക്കുന്നതിനാൽ യാത്രയ്ക്കിടെ സമുദ്ര സൗന്ദര്യം ആസ്വദിക്കാനാവില്ലെന്ന് മാത്രം. പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഒരിടത്ത് ഡ്രൈവർ ഓസ്വാൾഡോ കാർ ഒതുക്കി നിർത്തി. സമുദ്രത്തിന്റെ കാഴ്ചയിലേക്ക് ഞാനൊന്നിറങ്ങിയിരിക്കുകയാണ്. മനോഹരമായ ബീച്ച് റോഡും മറ്റും പണിതുവച്ചിരിക്കുന്നു. അന്തരീക്ഷത്തിൽ മൂടൽമഞ്ഞ് പടർന്നിരിക്കുന്നതിനാൽ പസഫിക് സമുദ്രത്തെ അതിന്റെ സൗന്ദര്യത്തോടെ കാണാനാവുന്നില്ല. അങ്ങകലെ 2 ദ്വീപുകൾ കാണാം. അതിൽ വലിയ ദ്വീപ് സാൻ ലോറൻസോ എന്നറിയപ്പെടുന്നു. അവിടെ പ്രസിഡന്റിന്റെ ഒരു കൊട്ടാരമുണ്ട്. എൽ ഫ്രോണ്ടൻ എന്നാണ് ഈ ചെറുദ്വീപ് അറിയപ്പെടുന്നത്. വിജനമായ തീരപാതയങ്ങനെ നീണ്ടുകിടക്കുന്നു. കൊളോണിയൽ കാലത്ത് നിർമ്മിച്ച പാതയാണിത്. അവിടെ നിന്നും വീണ്ടും യാത്ര തുടർന്നു. ഇടതുവശത്ത് വലിയൊരു മതിൽക്കെട്ട്. അതിനകത്ത് ഒരു മിലിറ്ററി കോളേജാണ് പ്രവർത്തിക്കുന്നത്. ലിയോൻസിയോ പ്രാഡോ മിലിറ്ററി കോളേജ്. കോളേജിന് മുന്നിലൂടെ നീണ്ടുപോവുകയാണ് പാത. സെറോ ഡി പാസ്കോ എന്ന പ്രദേശമാണിത്. ഇതേ പേരിലുള്ള ഒരു ഖനന പ്രദേശം ആൻഡീസ് പർവ്വതത്തിലുണ്ട്. കടലിനഭിമുഖമായി ധാരാളം അപ്പാർട്ട്മെന്റുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയും ഇവിടെ പ്രവർത്തിക്കുന്നു.
ഇപ്പോൾ കല്ലാവോ ഏരിയ കടന്ന് ഞങ്ങൾ വീണ്ടും ലിമ പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. റോഡിന്റെ ഇടതുവശത്ത് കൂറ്റൻ മലനിരകൾ പോലുള്ള ക്ലിഫുകളാണ് കാഴ്ച. സർക്യൂട്ടോ ഡി പ്ലായാസ് എന്നറിയപ്പെടുന്ന പാതയാണിത്. ബീച്ച് സർക്യൂട്ട് എന്നാണ് ആ സ്പാനിഷ് പേരിന്റെ അർത്ഥം. പല ബീച്ചുകളിലൂടെ നീണ്ടുപോകുന്ന ഒരു സർക്യൂട്ടാണിത്. അതിസുന്ദരമായ പാത. വലതുവശത്ത് പസഫിക് സമുദ്രം, ഇടതുവശത്താകട്ടെ ഉയരമേറിയ ക്ലിഫുകൾ. ഈ തിട്ടയുടെ മുകളിലെല്ലാം മിറാഫ്ലോറസ് ഏരിയയിലെ സമ്പന്ന വാസഗേഹങ്ങളാണ്. ലിമയിൽ അതിദ്രുതം വികസിച്ചുകൊണ്ടിരിക്കുന്ന തീരപ്രദേശമാണിവിടം. കടൽ തീരത്തുകൂടി സൗകര്യപ്രദമായ പാത സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ ലിമ നഗരത്തിലെ ഗതാഗത തിരക്കേറിയ ഭാഗങ്ങൾ ഒഴിവാക്കി യാത്ര ചെയ്യാം. വലതുവശത്ത് പുൽമേടുകളും കളിസ്ഥലങ്ങളും പൗലിനുകളുമെല്ലാം ഉണ്ട്. പസഫിക്കിന്റെ തീരത്തെ ഉല്ലാസത്തിന്റെ വലിയൊരു കേന്ദ്രമാക്കിയിരിക്കുന്നു. സായന്തനങ്ങളിൽ വിശ്രമിക്കാനും രുചിവൈവിധ്യം ആസ്വദിക്കാനുമെല്ലാമുള്ള കേന്ദ്രങ്ങളാക്കി അതിനെ മാറ്റിയിരിക്കുകയാണ്. ദീർഘമായൊരു തീരഭാഗം മുഴുവൻ ഈ വിധം ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. വൈകുന്നേരങ്ങളിലും അവധി ദിവസങ്ങളിലും പകൽ നേരത്തുമെല്ലാം ഇവിടെ ആളുകൾ വന്നു നിറയും. ഫ്ലൈ ഓവറുകളും മിറാഫ്ലോറസിലേക്ക് കയറിപ്പോകുന്ന ക്രോസ് റോഡുകളും ഉൾപ്പെടെ വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങൾ. 6ഉം 8ഉം വരികളുള്ള പാതകളാണ്. പസഫിക്കിന്റെ ഈ തീരഭാഗത്തെ പ്രകൃതിയും മനുഷ്യനും ചേർന്ന് ഏറ്റവും സുന്ദരമാക്കി വെച്ചിരിക്കുകയാണെന്ന് തോന്നി. മുന്നിൽ ക്ലിഫിന് മുകളിൽ അക്കാണുന്നതെല്ലാം മിറാഫ്ലോറസ് ഏരിയയാണ്. ലിമയിലെ സമ്പന്നരുടെ വാസയിടമായ മിറാഫ്ലോറസ്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9955444222. പെറുവിന്റെ ലിമ പ്രൊവിൻസിലെ ഒരു ജില്ലയാണ് മിറാഫ്ലോറസ്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്താണ് ഇവിടെ ഇങ്ങനെയൊരു ജനവാസ കേന്ദ്രം രൂപപ്പെടുന്നത്. ഇടതുവശത്ത് കാണുന്ന തിട്ടയുടെ മുകളിൽ വിശാലമായ ഒരു ഉദ്യാനമുണ്ട്. മരിയ റിഷേ പാർക്ക് എന്ന് അതറിയപ്പെടുന്നു. ഈ തിട്ടയ്ക്ക് തന്നെയുണ്ട് പ്രത്യേകത. കരിമ്പാറയല്ല ഇത്, മൺതിട്ടയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് തിരമാല തല്ലലേറ്റ് രൂപപ്പെട്ട തിട്ട. ഇപ്പോഴും അതിൽ നിന്നും മണ്ണും കല്ലും ഇടിഞ്ഞു വീഴുന്നുണ്ട്. അതിനാൽ തിട്ടയൊന്നാകെ ഉരുക്കുനെറ്റുകൊണ്ട് മൂടിയിരിക്കുകയാണ്. ആ നെറ്റാണ് തിട്ടയ്ക്ക് കറുപ്പു നിറം നൽകുന്നത്. ഇക്കാണുന്നത് ട്രസ്പിക്കോസ് പാർക്ക് എന്ന ഭാഗമാണ്. മനോഹരമായ ഒരു പാർക്കാണത്. അവിടെ ഞാൻ കാർ നിർത്തിച്ച് ഇറങ്ങി. തിട്ടയുടെ മുകളിലുമുണ്ട് ഒരു പാർക്ക്, ഇസഹാക്ക് റബീൻ പാർക്ക്. അവിടെ നിന്നും കടൽ തീരത്തേക്ക് നീളുന്ന പടവുകളും ഓവർ ബ്രിഡ്ജും. വഴി അവസാനിക്കുന്നത് ട്രസ്പിക്കോസ് പാർക്കിലാണ്. ബീച്ച് പാർക്കാണ് ട്രസ്പിക്കോസ്. ഭക്ഷണവും സർഫ് ബോർഡുമെല്ലാമായി എത്തിയിരിക്കുന്ന വാഹനങ്ങൾ. സർഫിങ്ങിന് ഏറ്റവും അനുയോജ്യമായൊരു തീരഭാഗമാണിത്. നിരന്തരമായി തിരയടിച്ചുകൊണ്ടിരിക്കുന്നു. ബീച്ചിൽ നമ്മുടെ നാട്ടിലേതുപോലെ മണലല്ല കാണുന്നത്, ഉരുളൻ കല്ലുകളാണ്. തിട്ടയിൽ നിന്നും ഇടിഞ്ഞു വീണ കല്ലുകളായിരിക്കാം. ഉരുളൻ കല്ലുകളുടെ ഒരു ബീച്ച്. ധാരാളം ആളുകൾ സർഫിങ്ങിനായി ഇവിടെ എത്തുന്നു. സർഫ് സ്യൂട്ട് അണിഞ്ഞ് രാവിലെ തന്നെ ഇങ്ങനെ കുറെ പേർ തീരത്തുണ്ട്. ഏതാനും ആളുകൾ തിരമാലകളിലേക്ക് ഇറങ്ങിയിട്ടുമുണ്ട്. പസഫിക് സമുദ്രത്തിന് എപ്പോഴും വലിയ തണുപ്പായിരിക്കും. സമ്മറിലും വിന്ററിലും ആ തണുപ്പിന് മാറ്റമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്യൂട്ട് ധരിച്ചേ ദീർഘനേരത്തെ സർഫിങ്ങിനോ നീന്തലിനോ ഇറങ്ങാനാവൂ. ചിലർ കുറച്ചുനേരം തിരമാലകളിൽ ചെലവഴിച്ച ശേഷം ബോർഡുമായി തീരത്തേക്ക് കയറിയിരുന്ന് വിശ്രമിക്കുന്നു. കാലിൽ ഫിന്നുകൾ ധരിച്ചാണ് നീന്താനും സർഫിങ്ങിനുമായി ഇറങ്ങുന്നത്. ഇവരെല്ലാം പ്രൊഫഷണൽ സർഫർമാർ തന്നെയായിരിക്കാം. കഴിഞ്ഞ 4 നൂറ്റാണ്ടിനിടെ ലോകപ്രശസ്തമായ സർഫിംഗ് കേന്ദ്രമായി ലിമയുടെ ഈ തീരപ്രദേശം മാറിക്കഴിഞ്ഞു.
യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിൽ നിന്നുമെല്ലാമായി ആയിരക്കണക്കിന് സർഫർമാരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രൊഫഷണൽ സർഫർമാർ പരിശീലനത്തിനുള്ള ഒരു വേദിയായും ഇവിടം തിരഞ്ഞെടുക്കുന്നു. 250 കിലോമീറ്റർ ഭാഗം ഇവിടെ സർഫിങ്ങിന് ഏറ്റവും അനുയോജ്യമാണ്. സർഫിംഗ് പരിശീലനം തുടങ്ങുന്നവർക്കും അനുയോജ്യമായ തീരമാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിരവധി സർഫിംഗ് സ്കൂളുകൾ ഇവിടെയുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്താൽ പരിചയസമ്പന്നരായ സർഫിംഗ് ഇൻസ്ട്രക്ടർമാരുടെ സേവനം ലഭിക്കും. $50 ഒരു മണിക്കൂറിന് ഇൻസ്ട്രക്ടർമാരുടെ ഫീസ്. ഫിന്നുകൾ ധരിച്ച് തീരത്ത് കാത്തിരിക്കുകയായിരുന്നയാൾ വീണ്ടും സമുദ്രത്തിലേക്ക് ഇറങ്ങുകയാണ്. സർഫിങ്ങിന് പല വകഭേദങ്ങളുണ്ട്. ബോഡി ബോർഡിംഗ്, സ്റ്റാൻഡപ്പ് സർഫിംഗ് എന്നിങ്ങനെ അതറിയപ്പെടുന്നു. ഇത് ബോഡി ബോർഡിംഗ് ആണ്. സർഫ് ബോർഡിൽ കമിഴ്ന്നു കിടന്ന് കാലുകളും കൈയും ഉദരവും കൊണ്ട് ബോർഡിനെ തിരമാലകൾക്കനുസരിച്ച് നിയന്ത്രിച്ചു നീങ്ങുന്ന ശൈലിയാണത്. ഇതാണ് സ്റ്റാൻഡപ്പ് സർഫിംഗ്. തിരമാലപ്പുറത്ത് നീങ്ങുന്ന കനം കുറഞ്ഞ ബോർഡിൽ ബാലൻസ് ചെയ്തുള്ള ഈ സർഫിങ്ങിന് കൂടുതൽ പരിശീലനം ആവശ്യമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ തന്നെ ഹവായി തുടങ്ങിയ ദ്വീപുകളിലെ ഗോത്രവർഗക്കാർ സർഫിംഗ് വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അലായിയ എന്നൊരു തരം മരപ്പലകകളാണ് അവർ സർഫ് ബോർഡായി ഉപയോഗിച്ചിരുന്നത്. അപകട സാധ്യതയുള്ള ഒരു വിനോദം കൂടിയാണ് സർഫിംഗ്. ശക്തിയും ഉയരവുമാർന്ന തിരമാലപ്പുറത്തു നീങ്ങുമ്പോൾ മണൽത്തിട്ടകളിലോ പാറക്കൂട്ടത്തിലോ ഐസ് ഖണ്ഡങ്ങളിലോ ചെന്നിടിച്ചാൽ ഗുരുതരമായ പരിക്കിനോ മരണത്തിനു തന്നെയോ അത് കാരണമാകും. മലയാളികൾക്ക് അധികം പരിചയമില്ലാത്ത ഒരു വിനോദമാണ് സർഫിംഗ്. ബീച്ചുകളുള്ള ലോകത്തെ മിക്കയിടങ്ങളിലും പ്രചാരമുള്ള വിനോദവും കായിക ഇനവുമാണ് സർഫിംഗ്. കുറേ നേരം ഞാൻ സർഫിംഗ് കണ്ടുനിന്നു. മറുഭാഗത്ത് തിട്ടയുടെ ചുവട്ടിൽ കാറുമായി ഓസ്വാൾഡോ കാത്തിരിപ്പുണ്ട്. ആ കാറിലേക്ക് ചെന്നു കയറി. വീണ്ടും ബീച്ച് സർക്യൂട്ടിലൂടെ യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഇടതുവശത്ത് കാണുന്നത് സൗത്ത് പസഫിക് ക്ലബ്ബാണ്. സമ്പന്നരുടെ ക്ലബ്ബാണത്. തൊട്ടടുത്തായി പ്ലായ ബറാങ്കോ എന്ന മറ്റൊരു ക്ലബ്ബ്. നീന്തൽക്കുളങ്ങളും ജിംനേഷ്യങ്ങളും റെസ്റ്റോറന്റുകളുമെല്ലാം ഇത്തരം ക്ലബ്ബുകളിലുണ്ട്. സ്പോർട്സ് ക്ലബ്, നൈറ്റ് ക്ലബ് എന്നിങ്ങനെ പലതരം ക്ലബ്ബുകൾ. ഇടതുവശത്ത് ഇക്കാണുന്നത് ക്ലബ് വൈക്കിക്കിയാണ്. ഒരു സർഫിംഗ് ക്ലബ്ബാണത്. അത് പിന്നിടുമ്പോൾ ലാസ് തെരേസാസ് ടെന്നീസ് ക്ലബ്ബാണ് കാണുന്നത്. അതിനപ്പുറം പ്യൂർട്ടോ മങ്കോറ എന്ന മറ്റൊരു ക്ലബ്ബ്. ചിലയിടത്ത് കടലിലേക്ക് ഇറക്കി നിർമ്മിച്ച റെസ്റ്റോറന്റുകൾ. അതിഗംഭീരമായ ഒരു ബോർഡ് വാക്കും ഉല്ലാസ കേന്ദ്രങ്ങളും തീരത്തുണ്ട്. അതേവിധം തന്നെ വമ്പൻ ഷോപ്പിംഗ് കേന്ദ്രങ്ങളും നൈറ്റ് ക്ലബ്ബുകളും ക്ലിഫിന്റെ മുകളിലുമുണ്ട്. ഞങ്ങൾ ഇനി ക്ലിഫിന്റെ മുകളിലേക്ക് കയറുകയാണ്. ക്ലിഫുകൾ ഉരുക്കുനെറ്റ് വിരിച്ച് സംരക്ഷിച്ചിരിക്കുന്നതിന് മുകളിലൂടെ വള്ളിച്ചെടികൾ പടർത്തിയിരിക്കുന്നത് മനോഹരമായൊരു കാഴ്ച. വലിയ പർവ്വതം പോലുള്ള ഭാഗങ്ങൾ. അതിന്റെ അരികിൽ ചെല്ലുമ്പോൾ മാത്രമാണ് ആ പ്രദേശമൊന്നാകെ ഉരുക്കുവലയുടെ ഉള്ളിലാണെന്ന് മനസ്സിലാവുക. 25 കിലോമീറ്റർ നീളത്തിലെങ്കിലും ക്ലിഫുകളെ വലയ്ക്കകത്താക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും മിറാഫ്ലോറസിന്റെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ടാർ റോഡല്ല ഇവിടെ. ഒരു ഹെറിറ്റേജ് സിറ്റിയിലെ പാത പോലെ കല്ല് വിരിച്ച പാത. ലിമയിലെ മാത്രമല്ല, പെറുവിലെ ആകെ തന്നെ അതിസമ്പന്നമായൊരു പ്രദേശത്തേക്കാണ് എത്തുന്നത്. പെറു എന്ന ദരിദ്ര രാജ്യത്തുകൂടി തന്നെയാണോ ഇപ്പോൾ സഞ്ചരിക്കുന്നതെന്ന് തോന്നിപ്പോകും. കുസ്കോയും ലിമ ഡൗൺ ടൗണും മിറാഫ്ലോറസും 3 ലോകമാണെന്ന് പറയാം. സമ്പന്നരായ ആളുകൾ വസിക്കുന്ന ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളുള്ള ഉദ്യാന ഭംഗിയാർന്ന പ്രദേശമാണ് മിറാഫ്ലോറസ്. ഏറ്റവും ആധുനികമായ നഗരഭാഗം. കഫേകൾ, ക്ലബ്ബുകൾ, സമ്പന്നരുടെ ബംഗ്ലാവുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഉല്ലാസ കേന്ദ്രങ്ങൾ, ചെറിയ പാർക്കുകൾ എന്നിവയെല്ലാമാണ് ഇവിടുത്തെ കാഴ്ച. തിങ്ങി നിറഞ്ഞ കെട്ടിടങ്ങളില്ല. വളരെ ആസൂത്രിതമായി ഒരുക്കിയ ഒരു നഗരഭാഗം. ആഢ്യത്വവും ആഡംബരത്വവുമാണ് മിറാഫ്ലോറസിന്റെ മുഖമുദ്ര. ഞാൻ പെറുവിലെത്തിയ ആദ്യ ദിനത്തിൽ കണ്ട ലിമയുടെ ഒരു ഭാഗമുണ്ട്.
പഴയ കെട്ടിടങ്ങൾ തിങ്ങി നിറഞ്ഞ ഹിസ്റ്റോറിക് ഡിസ്ട്രിക്റ്റ്. അതും ഏറ്റവും ആധുനിക മന്ദിരങ്ങളോട് കൂടിയ ഈ മിറാഫ്ലോറസ് ഏരിയയും തമ്മിൽ താരതമ്യം പോലും അസാധ്യം. ഇവിടെ കണ്ടുമുട്ടുന്നത് സമ്പന്നരെയാണ്. ലിമയിലെ ഏറ്റവും സുരക്ഷിതമായ പ്രദേശമാണ് മിറാഫ്ലോറസ് എന്നതും പ്രത്യേകതയാണ്. ഇവിടെ ഒരു ഉദ്യാനമുണ്ട്, അന്റോണിയോ റൈമോണ്ടി പാർക്ക്. ഞാൻ ആ പാർക്കിലേക്ക് ഇറങ്ങി. മിറാഫ്ലോറസിന്റെ കാഴ്ചകൾ സുന്ദരമാണ്. ആ കാഴ്ചകളിലേക്കാണ് ഞാൻ ക്യാമറയുമായി നടക്കുന്നത്.